ദ ഗ്രേറ്റ് ചമാഴ്സ് ഓഫ് ഗഡ്കൗലി വെൽക്കംസ് യു എന്ന ബോർഡ് വെച്ചതാണ് സഹാരൻപൂർ കലാപം ഉണ്ടാക്കിയത്. ചെരുപ്പുകുത്തികളുടെ സാമൂഹ്യ പ്രതിരോധം തല്ലിക്കെടുത്താൻ സവർണ വിഭാഗങ്ങളെത്തി. അതോടെ ചെരുപ്പുകുത്തികളുടെ സമുദായം ദ ഗ്രേറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുകയോ എന്നതായിരുന്നു പടിഞ്ഞാറൻ യുപിയിലെ മേൽജാതി അസ്കിത. കലാപങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. ഭിന്നിപ്പും അസ്വസ്ഥതയും സൃഷ്ടിച്ച് കുറേ മനുഷ്യരെ പല തട്ടിലാക്കി നാട് അസ്ഥിരപ്പെടുത്തി അധികാരത്തിനും വോട്ടിനും വേണ്ടി ഉപയോഗിച്ച് ശീലിച്ചവരുടെ നല്ല വളക്കൂറുള്ള മണ്ണാണല്ലോ ഈ രാജ്യം. സഹാരൻപൂരിലും നൂഹിലുമടക്കം രാജ്യത്ത് പലയിടത്തും അത് പലവട്ടം കണ്ടുകഴിഞ്ഞു. അതുതന്നെ ഇപ്പോൾ സംഭലിലും നടക്കുന്നു. സംഭൽ കത്തുകയാണ്. കാലങ്ങളായി ആരാധന നടത്തുന്നൊരു മസ്ജിദിൻ്റെ ചരിത്രം ചികഞ്ഞ് ചിലർ വരുമ്പോൾ അയോധ്യ മോഡലിലാണ് അവകാശവാദം. തർക്കം ആദ്യം പ്രാദേശിക കോടതിയിലേക്ക്. കോടതി ഹർജി കേട്ടപാടെ മസ്ജിദ് ഭൂമിയിൽ സർവേക്ക് ഉത്തരവിടുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ഉദ്യോഗസ്ഥരുടെ സർവേ. വിശ്വാസികളായ നാട്ടുകാർ പ്രകോപിതരാകുന്നു. പള്ളിയെ തർക്കഭൂമിയാക്കി മാറ്റുന്നതിലെ പ്രതിഷേധം അവർ പ്രകടിപ്പിക്കുന്നു. പക്ഷേ രണ്ടാം സർവേക്ക് പോലീസും അർദ്ധ സൈനിക വിഭാഗവും ഉദ്യോഗസ്ഥരുമാണ് എത്തുന്നത്. പ്രതിഷേധം കനക്കുന്നു. പിന്നെ ഏറ്റുമുട്ടൽ. പ്രതിഷേധക്കാരെ പോലീസ് നേരിടുന്നു. 5 നാട്ടുകാർ വെടിയേറ്റ് മരിക്കുന്നു. കഴിഞ്ഞ 1.5 ആഴ്ചയ്ക്കുള്ളിൽ ഉത്തർപ്രദേശിലെ സംഭലിലുണ്ടായ വർഗീയ കലാപത്തിലെ സംഭവ വികാസങ്ങളുടെ നാൾ വഴി ചുരുക്കമാണിത്. ഒരു സർവേയിൽ നിന്ന് എളുപ്പത്തിലൊരു വർഗീയ കലാപം. കുറച്ചു കാലമായി ഷാഹി ജുമാ മസ്ജിദ് പ്രശ്നം ഹിന്ദു തീവ്ര ഗ്രൂപ്പുകൾ വഴി തലപൊക്കിയിരുന്നെങ്കിലും നവംബർ 24-നാണ് അത് രൂക്ഷമായത്. 5 പേർ കൊല്ലപ്പെട്ടതും UP സർക്കാർ മജിസ്ട്രേറ്റ് തല അന്വേഷണം തുടങ്ങിയതും നിരോധനാജ്ഞ വന്നതുമെല്ലാം അങ്ങനെയാണ്. പോലീസ് കരുതിക്കൂട്ടി വെടിവെച്ച് കൊല്ലുകയായിരുന്നുവെന്ന് മസ്ജിദ് കമ്മിറ്റി ചെയർമാൻ സഫർ അലി പറഞ്ഞു ദേശീയ മാധ്യമമായ ദി വയറിനോട്. ആൾക്കൂട്ടത്തിൽ നിന്നാണ് വെടിയുണ്ട വന്നതെന്ന വാദം തള്ളിയ അലി പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ വെടിവെച്ചതിന് താൻ ദൃക്സാക്ഷിയാണെന്നും പറഞ്ഞുവെച്ചു. നാടൻ തോക്ക് കൈവശം വെച്ചാണ് പോലീസ് വെടിവെച്ചതെന്നാണ് അലിയുടെ വാദം. എന്നാൽ കണ്ണീർ വാതകവും പെല്ലറ്റുകളും മാത്രമാണ് പ്രയോഗിച്ചതെന്ന നിലപാടിലാണ് പോലീസ്. നാടൻ തോക്കിൽ നിന്ന് വെടിയേറ്റാണ് യുവാക്കൾ കൊല്ലപ്പെട്ടതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സംഭൽ സന്ദർശിച്ച സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് കലാപത്തിന് പിന്നിൽ സർക്കാരാണെന്ന് പറയുന്നു. കലാപ ദിവസം സ്ഥലം MP സിയാവൂർ സ്ഥലത്തില്ലായിരുന്നു. എന്നിട്ടും പ്രേരണാകുറ്റത്തിന് കേസ് വന്നു. മസ്ജിദിൽ സർവേ നടത്തേണ്ടത് പോലീസല്ല, കോടതി നിയോഗിച്ചത് മജിസ്ട്രേറ്റിനെയാണ്. സിവിൽ ജഡ്ജി ആദിത്യ സിംഗ് സർവേ നടത്തുകയും ചെയ്തു. എന്നാൽ രണ്ടാം സർവേക്ക് നവംബർ 24-ന് എത്തിയത് പോലീസാണ്. അവരെല്ലാം ഏറ്റെടുത്തു. ഇത് ഗൂഢാലോചനയാണ്. അഞ്ചു പേരെ വെടിവെച്ച പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത് കൊലക്കുറ്റത്തിന് കേസെടുക്കണം. അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു. 60-ലധികം പോലീസുകാർക്കും 100ഓളം നാട്ടുകാർക്കും സംഘർഷത്തിൽ പരിക്കുണ്ട്. 2000 പേർക്കെതിരെ കേസെടുത്തു. സംഭൽ താലൂക്കിൽ ഇന്റർനെറ്റ് വാട്സാപ്പ് സർവീസുകൾ ജില്ലാ ഭരണകൂടം നിർത്തിവെച്ചു. വിദ്യാലയങ്ങൾക്കും കടകൾക്കും അവധി. പുറത്തുനിന്നുള്ളവർ ഈ മേഖലയിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്.
മുഗൾ കാലഘട്ടത്തിൽ ഭരിച്ച ബാബർ പ്രാചീന ക്ഷേത്രം തകർത്ത് പള്ളി പണിതതാണ് ഷാഹി ജുമാ മസ്ജിദ് എന്നതാണ് തർക്കം. സുപ്രീം കോടതി അഭിഭാഷകൻ ഹരിശങ്കർ ജെയിൻ ഉൾപ്പെടെയുള്ളവരുടെ ഹർജിയിലാണ് സമ്പൽ കോടതി സർവേക്ക് ഉത്തരവിട്ടത്. ഹരിശങ്കർ സുപ്രീം കോടതി അഭിഭാഷകനാണ്. പോരാത്തതിന് തീവ്ര ഹിന്ദു സംഘടനകളിലെ സജീവാംഗവും. ആയിരത്തി 529 ഹരിഹർ മന്ദിർ തകർത്ത് ജുമാ മസ്ജിദ് പണികഴിപ്പിച്ചെന്ന പ്രചരണം ഈ മേഖലയിൽ ശക്തമാക്കുന്നതിൽ ഹിന്ദു തീവ്ര സംഘങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു. ആശങ്ക ഇതൊരു വലിയ വർഗീയ കലാപമായി മാറുമോ എന്നത് മാത്രമാണ്. വലിയ കലാപങ്ങൾ ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവിക്കുന്നത്.